തിരക്കില്ലാത്ത സമയത്ത് വൃന്ദാവൻ ഗാർഡൻസ് എങ്ങനെ എന്ന് കാണിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. 2025 നവംബറിലെ ഒരു ദിവസം വൈകിട്ട് 4 മണിക്കാണ് ചിത്രീകരണം നടക്കുന്നത്. ഗാർഡനിൽ പൊതുവെ പൂക്കൾ കുറവാണ്, കാഴ്ചക്കാരും കുറവാണ്. സന്ദർശകർ എത്തിത്തുടങ്ങുന്നത് വൈകിട്ട് 6 മണിയോടെയാണ്. സന്ധ്യയാകുമ്പോഴാണ് ഇവിടമാകെ ജനങ്ങളാൽ നിറയുന്നത്. മുൻപ് ഇതുവഴിയും പ്രവേശനം അനുവദിച്ചിരുന്നു. അതായത് കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് മുകളിലൂടെയുള്ള റോഡിൽ നിന്ന് ഗാർഡനിലേക്ക് ഇറങ്ങി വരാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡാമിന് മുകളിലൂടെ സന്ദർശകർക്ക് നടക്കാൻ അനുവാദമില്ല. KRS ഡാം എന്ന ചുരുക്കപ്പേരിലാണ് ഇവിടെ ഈ ഡാം അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് KRS ഡാം. അപ്പുറത്ത് ഡാം, ഇപ്പുറത്ത് വൃന്ദാവൻ ഗാർഡൻസും. തട്ടുതട്ടായിട്ടാണ് ഈ പൂന്തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ്. ഇവിടെ നിന്ന് താഴേക്ക് ഗാർഡനിലൂടെ നടന്നാൽ അങ്ങേ അറ്റത്തൊരു തടാകമുണ്ട്. അത് ബോട്ടിങ്ങിനായി ഉപയോഗിക്കുന്നു. പൂന്തോട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ കാണുന്നത് ഒരു സ്റ്റാർ ഹോട്ടൽ ആണ്. ജമ്മു കാശ്മീരിലെ ഷാലിമാർ ഗാർഡൻസിൻ്റെ മാതൃകയിലാണ് 60 ഏക്കർ വിസ്തൃതിയിൽ 1932 വൃന്ദാവൻ ഗാർഡൻസ് നിർമ്മിച്ചത്. അങ്ങ് താഴെയുള്ള തടാകത്തിനും അപ്പുറമാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ. പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്ന ജലധാരാ സംവിധാനം 1985 നിർമ്മിച്ചത്. ഗാർഡൻ്റെ മുകൾ അറ്റമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 9 മണി വരെ ഇവിടെ പ്രവേശനമുണ്ട്. 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വിദ്യാർത്ഥികൾക്ക് 50 രൂപ. വൈകിട്ട് 6:30 മുതൽ 7:30 വരെയാണ് ഫൗണ്ടനും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും പ്രദർശിപ്പിക്കുക. ശനി ഞായർ ദിവസങ്ങളിൽ ഇത് 8:30 വരെയാണ്.
ഈ കാണുന്നത് ബോട്ടിങ്ങിന് സൗകര്യം ക്രമീകരിച്ചിരിക്കുന്ന തടാകമാണ്. അതായത് പൂന്തോട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് ഇവിടേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. തടാകത്തിനും അപ്പുറമാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ സംവിധാനം. തടാകത്തിലെ ജലനിരപ്പ് ഡാമിലെ ജലനിരപ്പിനേക്കാൾ വളരെ താഴെയാണ്. കാവേരി നദിയിലെ ജലം തടഞ്ഞു നിർത്തിയാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂർ, മാണ്ഡ്യ എന്നീ ജില്ലകളിലെ കൃഷി ആവശ്യത്തിനായി ഇതിലെ ജലം ഉപയോഗിക്കുന്നു. കരിമ്പ്, തെങ്ങ് എന്നിവയാണ് മാണ്ഡ്യ ജില്ലയിലെ പ്രധാന കൃഷികൾ. വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മാണ്ഡ്യ ജില്ലയിലെ ശ്രീരംഗപട്ടണം താലൂക്കിലാണ്. മാണ്ഡ്യ ജില്ലയ്ക്ക് സമീപമുള്ള തുങ്കൂർ ജില്ലയിലെ പ്രധാന കൃഷി തെങ്ങാണ്. തേങ്ങയുടെ ഉൽപ്പാദനത്തിൽ കർണാടകം കേരളത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ്. കേരളത്തിൽ തെങ്ങുകളുടെ എണ്ണം ഓരോ വർഷവും ഗണ്യമായി കുറയുകയാണല്ലോ ചെയ്യുന്നത്. നാം ഇപ്പോൾ ഗാർഡൻ്റെ താഴെ ഭാഗത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ മുകൾ ഭാഗത്തെ ആ വലിയ ഹോട്ടൽ കാണാം. പൂന്തോട്ടത്തിലേക്ക് 2 പ്രവേശന പാതകളുണ്ട്. അതിലൊന്നാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച മുകൾ ഭാഗം. ഡാമിൻ്റെ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഗാർഡനിൽ പ്രവേശിക്കാം. തടാകത്തിന് സമീപമുള്ള പ്രവേശന കവാടമാണ് പ്രധാന പാത. ടിക്കറ്റ് കൗണ്ടറുകളും പാർക്കിംഗ് സംവിധാനവുമെല്ലാം ഇവിടെയാണ്. ഇവിടെ നിന്നും സിറ്റിയിലേക്ക് എപ്പോഴും ബസ് സർവീസ് ഉണ്ട്. ബസ് നമ്പർ 303. 22 കിലോമീറ്ററാണ് സിറ്റി ബസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം. 35 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ ഭാഗത്തുകൂടി മറ്റ് ബസ് സർവീസുകളൊന്നുമില്ല. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലെത്താൻ 1 കിലോമീറ്റർ നടക്കണം. മൈസൂർ ശ്രീരംഗപട്ടണം റൂട്ടിലെ ബസ് സ്റ്റോപ്പാണ് അത്. ഇത് കാർ പാർക്കിംഗ് മേഖല. ബസ്സുകൾക്ക് മറ്റൊരു ഭാഗത്താണ് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. ഡാമിൽ നിന്നും മൈസൂർ, മാണ്ഡ്യ ജില്ലകളിലെ കൃഷി ആവശ്യത്തിനായി ഈ കാണുന്ന നദിയിലൂടെ ജലം തുറന്നുവിട്ടിരിക്കുന്നു. വൃന്ദാവൻ ഗാർഡൻ ബസ് സ്റ്റോപ്പിൽ നിന്നും തൊട്ടടുത്ത മെയിൻ റോഡിലേക്കുള്ള
പാതയുടെ ഇരുവശവുമുള്ള കാഴ്ചകൾ. സന്ധ്യയായി ഗാർഡനിൽ ഇരുട്ട് പരന്നു. ഇനി നമുക്ക് ഗാർഡനിലെ ഇലുമിനേഷൻ കാണാം. അടുത്ത വീഡിയോ അതിനു വേണ്ടി ഉള്ളതാണ്.